സമയം 11 കാലമായിട്ടോ. ഇതുവരെ ചോറും കൂട്ടാനും ഒന്നും ആയിട്ടില്ല. ചോറ് കഴിക്കണേ അടുപ്പത്താണ്, കറിയൊന്നും ആയിട്ടില്ല. അത് ഇനി നേരാക്കി ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ ഇനി മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്ത് പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാന്തളും കുറച്ച് പൊരിക്കാൻ കാക്കാക്ക് ഇതാ ഇഷ്ടം, കുട്ടികൾക്ക് ഇതാത്ത ഇഷ്ടം, മാന്തൾ പൊരിക്കണത് ഇഷ്ടം. പിന്നെ കുറച്ച് മത്തി കറി വെക്കാനും വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ തന്നെ കയറ്റണം കേട്ടോ. ഒക്കെ കൂടെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് വേവാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ മുറിച്ചിട്ട് മസാല കൂട്ടി വെക്കട്ടെ കേട്ടോ. ഇറച്ചി പോലുള്ളൊരു മീനാണ് കേട്ടോ തെരണ്ടി മീൻ. അതുകൊണ്ട് തന്നെ വേവാനും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മസാല പൊടിക്കണമെങ്കിൽ കുറച്ച് പണി ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ആദ്യം തന്നെ ചെറുതാക്കി നുറുക്കിയിട്ട് ഈ മസാല കൂട്ടണം കേട്ടോ. കാരണം ഞാൻ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു തവണ തെരണ്ടി മേടിക്കൽ തുടങ്ങിയിട്ട് ഒരു തവണ ഞാൻ ഇങ്ങനെ ഒന്ന് വലുതാക്കി പൊരിച്ചെടുത്തിട്ട് വെന്തില്ല കേട്ടോ. അത് ഈ പിന്നെ ഇറച്ചി വേവാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ചെറുതാക്കി നുറുക്കിയെടുക്കുന്നത്. ചെറുതാക്കി നുറുക്കിയെടുത്തിട്ട് മസാല കൂട്ടിയാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഈ മസാലകളൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഇത് ചെറുതാക്കി നുറുക്കിയെടുക്കുന്നത് കേട്ടോ. ലൈലാത്ത വരാത്തതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ പണിക്കും നേരം വൈകി. എൻ്റെ പണിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടോ. മുറ്റ അടിക്കൽ ലൈലാത്ത വന്നിട്ടായിരുന്നു. പക്ഷേ ലൈലാത്ത ഇന്ന് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങി. ഈ കാറ്റൊക്കെ കൂടുതലുണ്ടാവുകൊണ്ട് മുറ്റത്ത് നല്ല കരട്. അപ്പോൾ അത് അടിച്ചില്ലെങ്കിൽ അതൊരു വൃത്തികേടല്ലേ. വീട്ടിലേക്കൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇതൊരു വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് മോശമല്ലേ വിചാരിച്ചിട്ട് ഞാൻ അത് അടിക്കാനൊക്കെ നിന്നു. അതാണ് കേട്ടോ അത്ര നേരം വൈകിയത് അടുക്കളയിൽ കയറാനൊക്കെ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ പിന്നെന്താ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മീനെങ്ങാനും പൂച്ച കൊണ്ടുപോയാലോ എന്നൊരു ടെൻഷനാണ്. മീൻ ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം എടുത്ത് വെക്കാഞ്ഞിട്ട് കൈയൊക്കെ നല്ല തണുത്തിട്ട് ഭയങ്കര മരവിപ്പ് കേട്ടോ. കൈ കത്തി തട്ടിയാൽ പോലും നമ്മൾ അറിയില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. കാരണം ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് തുണികൾ ഇടാൻ പോവും, ഒന്ന് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചൊക്കെ ഭയങ്കര ടെൻഷനാണ്. പൂച്ച വരുമോ, പൂച്ച കൊണ്ടുപോകുമോ എന്നൊക്കെ. അത് കാരണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൈ കടയുക തരിച്ചിട്ട് തണുപ്പായിട്ടോ. അത് ഒന്ന് കുടഞ്ഞതാണ് കേട്ടോ ഞാൻ. പിന്നെ അത് മുറിയണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് വെട്ടി കൊടുത്തപ്പോൾ അത് സിമ്പിളായിട്ട് പോന്നു കേട്ടോ. സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ വെച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുരുമുളകും വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയാണ് കേട്ടോ കൂട്ടിയത്. ഈ ഉണങ്ങിയ കുരുമുളകിനേക്കാൾ നല്ലത് നമ്മളെ ചെറിയ പച്ച കുരുമുളകാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കൂട്ടിയിട്ട് പൊരിച്ചിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അത് പച്ച കുരുമുളക് കൂട്ടിയാൽ. ഇനി നമുക്ക് മീനൊന്ന് മസാല കൂട്ടിയേക്കാം കേട്ടോ. ആ ഒരു ഇതന്നെ കുരുമുളകും ചെറിയുള്ളിയും വേറൊന്നും കൂട്ടിയിട്ടില്ല. ചെറിയുള്ളിയും വലിയ ജീരകവും കൂടി മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി മുളകും പൊടി ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് ചിക്കൻ മസാല. അത് ഒരു നുള്ളിട്ട് കൊടുക്കും കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് മസാല കൂട്ടി ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് മീൻ നന്നാക്കിയിട്ടില്ല കേട്ടോ. നന്നാക്കണതിന് മുന്നേ കുക്കറിലിട്ട് കടന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി മാങ്ങയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിലിട്ടതാണ്. എന്നിട്ടത് നന്നായിട്ട് ഉടയുമല്ലോ നമ്മൾ കുക്കറിലിട്ടാണ് വേവിച്ചിട്ടുണ്ടെങ്കിൽ. കുക്കറാണ് പിന്നെ വിസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ കാട്ടന് ഞാൻ കണ്ടിട്ടുണ്ട്. തക്കാളിയും മാങ്ങയും കൂടിയും ഒക്കെ ഇട്ട് ഈ മിക്സ് നന്നായിട്ട് കയ്യിലിട്ട് ഉരതി എടുക്കുക കേട്ടോ. കയ്യിലിട്ട് നല്ല ഇളക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുക്കും. ഉമ്മ അങ്ങനെ ചെയ്താൽ കണ്ടിട്ടുണ്ട് ഞാൻ. കാരണം നല്ല ഇണക്കം കിട്ടും, നല്ല കുറുക്കം കിട്ടും കറിക്കൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ കറി തന്നെ ഒരു കുറുക്കായിട്ട് തോന്നലുണ്ട്. അപ്പോൾ ഞാനും ഉമ്മാൻ്റെ അതേ പാത ഞാൻ പിന്തുടരാറുണ്ട് കേട്ടോ. കുക്കർ അടച്ചു വെക്കുന്ന സമയത്ത് നമ്മളൊരു കയ്യിലോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിൽ വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ പുറത്തേക്ക് പൊന്തി വരാതിരിക്കാൻ അത് ഗുണകരമാവും കേട്ടോ. പിന്നെ കുക്കറിൻ്റെ മൂടിക്ക് ഒരു
ഇടയ്ക്കൊരിളക്കുണ്ട് കേട്ടോ, അതാണ് ആ കാണുന്നത്. അങ്ങനെ ചോറ് വന്ന് മത്തിക്കുട്ടനെ നേരാക്കി എടുക്കട്ടെ കേട്ടോ. മത്തിയാണും മാന്തൾ പെണ്ണും കേട്ടോ. മത്തിക്കുട്ടനും മാന്തൾ മോളും ഇവരെ രണ്ടാളെയും നേരാക്കി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കറിയിലിട്ട് കൊടുക്കണം. മാന്തൾ പൊരിക്കും വേണം കേട്ടോ. നേരെ നന്നാക്കി വെച്ചിട്ടോ. ഇനി മാന്തൾ നന്നാക്കിയ കാണാൻ മാന്തൾ നന്നാക്കി വെച്ചാൽ ഞാൻ ആദ്യം കത്രികേറ്റ വിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യും, ഈ തലയും വാലും ഒന്ന് മുറിച്ചെടുക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം എടുക്കുക. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് കേട്ടോ. പക്ഷേ മറന്നു പോയി, തിരക്കിൽ ധൃതി പിടിച്ചിട്ടേ ഇതിൻ്റെ തോലെടുക്കാൻ മറന്നുപോയി. ഞാൻ അത് ആദ്യം നേരാക്കട്ടെ. മത്തിക്കുട്ടന്മാർ ഇതിൽ കിടക്കട്ടെ. മത്തി കൂട്ടിയിലും മത്തി കറി കണക്ക് ഭയങ്കര രസമാണ്, നല്ല രസമായിക്കാണ് മത്തി കറി. പൊറാട്ടയ്ക്കൊക്കെ എൻ്റെ പൊന്നോ മാങ്ങട്ട് വെച്ചാണ്ടല്ലോ അടിപൊളി കേട്ടോ. 2:30 മാന്തൾ ഇതാ തീരെ മുരിഞ്ഞാണ്ടിരുന്നു. നല്ല വലിയ മാന്തളാണ് കേട്ടോ. ഞാൻ വേഗം ആകാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വറ്റാനാണ് വരുന്നത്. എന്താണ് സാധനം പറഞ്ഞത്? തെരണ്ടി. ഉപ്പേരിക്ക് ഇടിച്ചക്ക വെക്കാച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക കേട്. അപ്പോൾ എന്തായിട്ട് നമ്മളെ കൈപ്പൊക്കെ കൊണ്ടാട്ടം മറക്കാൻ വിചാരിച്ചു. ഇതെല്ലാം അടിപൊളി സ്ഥലമുണ്ടാവും. കരിയണേൻ്റെ മുന്നേ എടുക്കട്ടെ കേട്ടോ. എങ്ങനെയായാലും ഞാൻ ചോറ് തന്നിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്നാലും വേണ്ടില്ല, നേരത്തിന് ഫുഡ് കഴിക്കണം എന്നല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ചോറ് തന്നിട്ട് കേട്ടോ. അപ്പോൾ ബാക്കി ചോറ് തിന്നതിൻ്റെ കാണാം. രാവിലെ പോയതാട്ടക്കാക്ക ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം കഴിക്കാൻ വേണ്ടി പുഴുങ്ങിയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊന്നൂനോട് അത് അടുപ്പത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അത് വെച്ചിട്ടോ. അത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉമ്മാക്ക് ചായ കൊണ്ട് കൊടുക്കാൻ പോയി. അപ്പം ഉമ്മാൻ്റെ അടുത്ത് തന്നെ കേട്ടോ ബേക്കറി ഐറ്റംസൊക്കെ വിൽക്കുക. കാരണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളതൊക്കെ തിന്ന് തീർക്കും. അതുകൊണ്ട് ഇവിടെ വെക്കൂല കേട്ടോ ഞാൻ. അങ്ങനെ ആ എഗ്ഗ് വൈറ്റ് തിന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത്. കാപ്പി മധുരമില്ലാതെ കുടിക്കുന്ന തടി കുറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. മിച്ചറും കട്ടൻ ചായയും ഒരുപാടായിട്ടോ മിച്ചർ തിന്നിട്ട്. ഒന്നാമത് ഈ സംഭവത്തിനോട് നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴൊക്കെ തീരെ ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വയറ്റിൽ ചെന്നാതെ ഈ അപ്പസോഡ കാരണം വയറ് വീർത്ത് രാത്രി ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. മുട്ടയുടെ വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഉപ്പില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടു വെച്ചിരിക്കുക. പിന്നെ ഇവിടെ ആരും പിന്നെ വൈറ്റ് മാത്രമേ എല്ലാവരും കഴിക്കുള്ളൂ, ബാക്കിയുള്ളതൊന്നും ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ പൊന്നും ഉപ്പിട്ടത് ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വയ്ക്കുക. ചപ്പാത്തി വേണം, കൊളസ്ട്രോളാണ്, 2 ചപ്പാത്തി രാത്രി കഴിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പം എന്നാൽ ചപ്പാത്തി കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പാക്കും ചപ്പാത്തി ഇക്കാക്കും ചപ്പാത്തി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിനി ചപ്പാത്തി ഇനി മുതൽ രാത്രി ഞാനും കിടക്കുമ്പോൾ ചപ്പാത്തി തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇന്നലെ കൊടുന്ന സാധനമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ ചീത്ത പറയട്ടെ, ഉമ്മ അത് കണ്ടിട്ടുണ്ട്. കാരണം കൊടുന്ന സാധനങ്ങളൊക്കെ അപ്പം എടുത്തേക്കുന്നതാണ് ഉമ്മക്ക് ഇഷ്ടം. എനിക്ക് ഓരോ ഒഴിവുകേട് കാരണം എനിക്ക് എടുത്തേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നാണിപ്പോൾ ഞാൻ ഇത് എടുത്തേക്കാൻ നിന്നത്. തക്കാളിയൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടോ. തക്കാളി അതിലുണ്ടായിരുന്ന പാല് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചു. പിന്നെ 7:15 to 8:15 വരെ പൊന്നൂനും മിന്നൂനൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ, മദ്രസത്തെ. അപ്പോൾ ആ ക്ലാസ്സിന് ചേർത്തിയപ്പോൾ പിന്നെ പൊന്നും മിന്നും അങ്ങനെ ക്ലാസ്സിന് ഇരുന്നു. ഞാൻ പിന്നെ കടക്കാൻ നേരത്താണ് കേട്ടോ ഈ ഒരു പിന്നെ അരി അരച്ച് വെക്കുന്നത്. ഇത് കുറേ ദിവസമായി വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ എന്നും കരുതും ഇങ്ങനെ അരച്ച് വെക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു ഒഴിവുകേട് കാരണം എനിക്ക് അരച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മടി തോന്നും, ഇനിയിപ്പോൾ അരക്കണില്ല പിന്നെ അരക്കാമെന്ന് കരുതും. അങ്ങനെ നീണ്ടു പോകണം കേട്ടോ എൻ്റെ ഓരോ കാര്യങ്ങളും.
അങ്ങനെ ഞാൻ അരിയും പിന്നെ ജീരകവുമാണ് കേട്ടോ അതിലിട്ട് കൊടുത്തിട്ട്, പിന്നെ ശർക്കരപ്പാനി ഞാൻ ഇത് ഇന്നലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ ഫ്രിഡ്ജിക്ക് കയറ്റി എനിക്ക് അത് എന്നിട്ട് നേരെ ഫ്രിഡ്ജിക്ക് കയറ്റിയിട്ട് പിന്നെ ഇപ്പോഴാണ് അത് എടുത്തിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനത് അടിച്ചെടുക്കാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്തേക്കുന്ന നേരത്ത് നാളെ സ്വത്ത് മദ്രസയിൽ നിന്ന് സിയാറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും കാക്ക എന്നെ വിളിക്കലുണ്ട്, ഇന്ന് എന്നെ വിളിക്കരുതേ എന്ന് കരുതി. കാരണം എന്താ വെച്ചാൽ വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ അവർക്കൊരു ദേഷ്യമല്ല അവർക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അപ്പം ഞാൻ പോകണം കേട്ടോ. അങ്ങനെ എപ്പോഴും പറയലുണ്ട്. ഇപ്രാവശ്യം എന്നെ വിളിച്ചില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കരുത്, നിങ്ങളും കുട്ടിയും കൂടിയും പോയിട്ട് എടുത്താൽ മതിയെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും മിന്നുവിന് ഇങ്ങനെ ഒരുപാട് എഴുതാനൊക്കെ കൊടുക്കും. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അമ്മ ഇതെന്താ. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അത് കാരണം ഞാൻ ഒന്നാമത് പോകണില്ല എന്ന് വിചാരിച്ചിട്ടോ ഡ്രസ്സ് എടുക്കാനൊക്കെ. പിന്നെ എങ്ങനെയായാലും കുട്ടികൾക്ക് സ്വത്ത് എങ്ങനെയായാലും പോവുമല്ലേ, മദ്രസയിൽ നിന്ന് പോവുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എളുപ്പം ഓനിക്ക് എടുത്തത്. പിന്നെ ഇനി അടുത്ത ആഴ്ച ആയിട്ട് കുട്ടികൾക്ക് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കണം നമുക്ക്, കുട്ടികൾക്കൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടി അരച്ച് വെച്ചിട്ട് വേണം പിന്നെ ആ ഡ്രസ്സൊന്ന് നോക്കാൻ പോവാൻ. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എടുത്ത് കൊടുന്നു. എന്നിട്ട് ഞാനത് നേരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര പൊലിവിലായിരുന്നു കേട്ടോ സ്വത്തു. കിട്ടിയ പൊലിപ്പിന് അതിൻ്റെ കൂടെ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കളിക്കാൻ പോകാനൊക്കെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ നല്ല ചെരുപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്, അപ്പോൾ ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ചെരുപ്പ് ഞാൻ കണ്ടു, പിന്നെ കുഴപ്പമില്ലാത്ത ചെരുപ്പാണ്. അപ്പോൾ കളിക്കാൻ പോകാനൊന്നും ഇടാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഒരു ചെരുപ്പാണ് അവനക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ അരക്കണ സമയത്ത് ആദ്യം ശർക്കരപ്പാനി അരിയും കൂടി ഉണ്ടോ അരച്ചെടുത്തത്. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഈ റവ ഉണ്ടാവില്ല, റവയും മൈദയും കൂടിയാണ് പിന്നെ അടിച്ചത്. ലേശം ഉപ്പിട്ടിട്ടാണ് നന്നായിട്ടാണ് അടിച്ചെടുത്തിട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഉപ്പിടുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും പിന്നെ ഞാൻ ഉപ്പിടാൻ മറക്കും. തിന്നുമ്പോഴാവും നമുക്ക് ഉപ്പിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ. അപ്പം ഞാൻ ഇനി മറക്കുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ആ ഉപ്പൊക്കെ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ റവയും മൈദ ഇട്ടപ്പോൾ അതിൽ വെള്ളം കുറവാണ്. അപ്പോൾ കൂടുതൽ ഇപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചടിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മാവന്നെ ഇതിലിട്ടിട്ട് അത് എന്നാൽ വല്ലാണ്ട് ലൂസായി പോവില്ലല്ലോ. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഏതാണെങ്കിലും ലൂസ് നന്നായിട്ട് പാടില്ലല്ലോ. നെയ്യപ്പത്തിനാണെങ്കിലും ഉണ്ണിയപ്പത്തിനാണെങ്കിലും ഒക്കത്തിനൊരു വെള്ളത്തിനൊരു കണക്കില്ലേ. അപ്പോൾ ഞാനത് വിചാരിച്ചിട്ട് ആ ഒരു മാവന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ആ വെള്ളം മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഇത് അടിച്ചെടുക്കണത്. അടിച്ചെടുത്ത് നോക്കിയപ്പോൾ തീരെ വെള്ളം കേട്ടോ, പറ്റ വെള്ളം കുറവായിരുന്നു. പിന്നെ എങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ എങ്ങനെ വെള്ളച്ച അതിനനുസരിച്ച് ചേർക്കാമെന്ന് ചോദിക്കുക. ഇതിലൊക്കെ വെള്ളം കൂട്ടുന്നത് ഭയങ്കര പേടിയാണ്. ഞാൻ ഇത് എപ്പോഴൊന്നും ഉണ്ടാക്കലൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അതെനിക്കൊരു മൂഡ് വരണം എന്തുണ്ടാക്കലും, എന്നാലേ നേരാവുള്ളൂ. അല്ലാതെ ഇന്നവിടെ ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ എനിക്ക് അത് ഒരു നേരാവില്ല കേട്ടോ. സംഭവം ഉണ്ടാക്കും മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നേരായി കിട്ടില്ല. എനിക്കൊരു മൂഡ് വന്ന് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് നേരായി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റും കേട്ടോ. എന്നിട്ട് നാളെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നാളെ ഞാനിതെങ്ങനായാലും ചെയ്യൂല. ആ ചെയ്യണ കാര്യങ്ങളിൽ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയേ ചെയ്യുള്ളൂ. ഭയങ്കര മടിയായിട്ടല്ല കേട്ടോ, ഞാൻ ഒന്നാമത് സംഭവം മറക്കുകയാണ് ഞാനിതൊക്കെ ചെയ്യാൻ. ഞാൻ ഏതൊരു കാര്യം പിന്നെ ചെയ്യുക എന്നുള്ള ഇതിലേക്കാണ് ഇടുക കേട്ടോ. പക്ഷേ ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ മനസ്സിലായൊരു കാര്യമാണ്, ഏതൊരു കാര്യം പിന്നെ ചെയ്യാം എന്ന് കരുതി നമ്മളവിടെ ഇടണേക്കാളും നല്ലത് അപ്പക്ക് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നടക്കും. പിന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല കേട്ടോ. അത് അങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ.
ഇനി എങ്ങനെയായാലും നമുക്ക് സ്വത്തുവിൻ്റെ ഡ്രസ്സ് ഒന്ന് എടുത്തത് കാണാം. ഇതാണ് ഷർട്ട്. നമുക്ക് സ്വത്തുവിന് എപ്പോൾ ഷർട്ട് എടുക്കുകയാണെങ്കിലും നല്ല ലൂസുള്ളത് എടുക്കണം. നല്ല ഒരു 15 വയസ്സ് പ്രായമുള്ളവർക്കൊക്കെ എടുക്കണ മാതിരി എടുക്കണം. കാരണം എന്താ വെച്ചാൽ എന്നാലേ അവനക്ക് സൈസ് കിട്ടുള്ളൂ. അത് ഫാൻ്റായാലും ഷർട്ടായാലും. എന്നിട്ട് വെട്ടി അടിക്കണം കേട്ടോ. അങ്ങനെ എന്നിട്ട് അവൻ്റെ അളവിനനുസരിച്ച് വെട്ടി അടിക്കുക ചെയ്യുക. അത് ഷർട്ട്. പിന്നെ ഒരു ഫാൻറ്റ് കണ്ടിട്ട് എനിക്ക് എന്തായാലും വെട്ടണം എന്നാണ് തോന്നുന്നത്. ഇനി എന്താ ഓൻ്റെ അഭിപ്രായം അതിനനുസരിച്ച് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. സൈസ് കറക്റ്റ് പിന്നെ ഇതൊക്കെ കറക്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ വേറെ ഈ ഒരു ഇതൊന്ന് ബർമുഡയാണ് കേട്ടോ. ഇത് എന്താണ് ഫാൻറ്റിൻ്റെ ഉള്ളിൽ ഓന് സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഈ ഒരു 5 സ്ലീവിൻ്റെ ടീഷർട്ടുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചെരുപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും see you, bye.